സുഹൃത്തുക്കളെ, കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ ഇന്ത്യയിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു എന്ന് നോക്കാം. മുംബൈയിൽ നിന്ന് ഒരു രസകരമായ വാർത്ത. വിമാനത്തിന്റെ അടുത്തേക്ക് ഓടിക്കയറാൻ ശ്രമിച്ച യുവാവ് അറസ്റ്റിൽ. എത്താൻ വൈകിയതിനെ തുടർന്ന് എമർജൻസി വാതിലിലൂടെ റൺവേയിലേക്കാണ് ഓടിക്കയറിയത്. ഇയാളെ ഉടനടി സുരക്ഷാ ഉദ്യോഗസ്ഥർ പിടികൂടി. വിദ്യാർത്ഥികൾക്ക് ലൈഫ് ഇൻഷുറൻസ് സ്കീം നിർബന്ധമാക്കി ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി. പ്രീമിയം എത്രയെന്ന് തീരുമാനമായിട്ടില്ല. വാർഷിക ഫീസിനോടൊപ്പം പ്രീമിയം തുകയും ഉൾപ്പെടുത്താനാണ് നീക്കം. വിദ്യാർത്ഥികളെ പ്രധാനമന്ത്രി ജൻ സുരക്ഷാ യോജനയിൽ രജിസ്റ്റർ ചെയ്യിക്കാനും കോളേജുകൾക്ക് സർവകലാശാല നിർദ്ദേശം നൽകി. അടുത്തിടെ കോളേജ് ക്യാമ്പസുകളിൽ ചില വിദ്യാർത്ഥികൾ ജീവനൊടുക്കിയതിന്റെയും വാഹനാപകടങ്ങളിൽ മരിച്ചതിന്റെയും പശ്ചാത്തലത്തിലാണ് ഈ ഇൻഷുറൻസ് പദ്ധതി. കേരളത്തിൽ ടിപ്പർ വാഹനങ്ങൾക്ക് സമയക്രമം നടപ്പാക്കി സർക്കാർ. സ്കൂൾ സമയത്ത് ഗതാഗത തിരക്ക് നിയന്ത്രിക്കുവാനും കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാനും വേണ്ടിയാണ് ഇത് നടപ്പാക്കുന്നത്. ഇന്ത്യയിലെ US പൗരന്മാരോട് സൂക്ഷിക്കണം എന്ന് US ഗവൺമെന്റ്. ഇന്ത്യയിലേക്ക് ട്രാവൽ ചെയ്യുന്ന US പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകി US ഗവൺമെന്റ്. ലെവൽ 2 അലർട്ടാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. എന്നുവെച്ചാൽ അതീവ ജാഗ്രത. ഇന്ത്യയിൽ കുറ്റകൃത്യങ്ങളും ഭീകരവാദവും കൂടുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു മുന്നറിയിപ്പ് US ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി വിജയിച്ചു. Follow for daily updates.